ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയില്ല. ഹലോ, ഞാനിന്ന് എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഞങ്ങൾ ഇന്ന് ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടെ ചിമ്മിനി ഡാം കാണാൻ പോവാണ് കേട്ടോ. ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രണ്ടാളുടെ വീട് അവിടെയാണ്. അപ്പൊ അവർ ഒരുപാട് നാളായി വിളിക്കുന്നു. അവരവിടെ ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. ഈ സൺഡേ പിന്നെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ച്. ആദ്യം തന്നെ ഞങ്ങൾ പോയത് മുഫീൻ്റെ വീട്ടിലേക്കാണ്. ഇതാണ് കേട്ടോ മുഫി. കുറേ നാളായി ഞങ്ങളുടെ അടുത്ത് പറയണു ഇങ്ങോട്ട് വായോ, ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ടെന്ന്. അങ്ങനെ മുഫീൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളിത് വെള്ളവും സ്നാക്സ് ഒക്കെ കഴിച്ച് നേരെ പോകുന്നത് ഇവരുടെ ഹിഡൻ സ്പോട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ കാട് താണ്ടി ചെറിയ ചെറിയ മലകൾ താണ്ടി ഇവർ പറഞ്ഞ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിയിലാണെങ്കിൽ ഫുൾ ആനപ്പിണ്ടവും ആനകളുടെ കാല് പതിഞ്ഞ വഴികളും. പാടം ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയില്ല. സത്യം പറയാലോ, വീടിനടുത്തുള്ള ചെറിയൊരു വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. അമ്മാതിരി കിടിലൻ സ്പോട്ട്. അധികം ആരും എത്തിപ്പെടാത്ത കാടിനുള്ളില് ഒരു ഹിഡൻ ജെം തന്നെയാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്പോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന്റെയൊക്കെയോ ഇടയിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഈ തോട് മുറിച്ച് ഞങ്ങളെല്ലാവരെയും അപ്പുറത്തോട്ട് കടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെ പയ്യന്മാരൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെയറിയില്ല. കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ വെള്ളച്ചാട്ടം പറഞ്ഞപ്പോ ആന ചവിട്ടിയ പാടാണ്. സ്ഥിരമായിട്ട് ആനകൾ ഇറങ്ങുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കേട്ടോ പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് ഡേ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് നേരം നമ്മൾ വെള്ളത്തിലേക്ക് കളിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നല്ലൊരു കിടിലൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയി മുഫി ആശീവറും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും ചിമ്മിനി ഡാം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളിതേ ചിമ്മിനി ഡാമൊക്കെ പോയി കണ്ട് അവിടുത്തെ ചെറിയ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ആശീവറിന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ ആശീവറിന്റെ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ണിയപ്പവും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി തിരിച്ച് അടിച്ചു പൊളിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ഓൾ.